വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ത്രിപുരയിലും ബംഗാളിലും വലിയ സംഘർഷം നടക്കുകയാണ്. അത് ഈ വഖഫ് ബില്ലുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളാണ് അവിടെ നടക്കുന്നത്. പ്രതിഷേധമല്ല, അക്ഷരാർത്ഥത്തിൽ കലാപം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി ഈ വാർത്തകൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കേരളത്തിൽ ആരും ഈ വാർത്ത കണ്ടിട്ടില്ല. ഒരു മാപ്രകൾ പോലും ഈ വാർത്ത ചർച്ച ചെയ്യുകയോ അവിടെ നടക്കുന്ന ആൾക്കാരുടെ ദുരിതം പറയുകയോ ചെയ്തിട്ടില്ല. സാംസ്കാരിക നായകരൊന്നും തന്നെ വാ തുറക്കുന്നതും നമ്മൾ കണ്ടിട്ടില്ല. കേരളത്തിലും വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ശക്തിപ്പെട്ടു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഈ മുസ്ലിം സ്ത്രീകളുടെ വ്യക്തി നിയമ ബോർഡ് ഇതിനെ അനുകൂലിച്ചിട്ടുമുണ്ട്. അതായത് സ്ത്രീകൾക്കൊക്കെ വളരെ സന്തോഷമാണ്. ഈ പുരുഷന്മാർക്കാണ് ഇതിൽ ഭയങ്കര പ്രശ്നം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം 3 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ്. മുർഷിദാബാദിൽ കലാപം ഉണ്ടായി, ഉനാക്കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് കലാപം ഉണ്ടായി. സുവേന്ദു അധികാരി 86 ഹിന്ദു വീടുകളാണ്, അവിടെ തകർന്ന ഹിന്ദു വീടുകളാണ് സന്ദർശിച്ച് BJP പേഴ്സണലായിട്ട് അവർക്ക് സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മമതാ ബാനർജി അവിടെ സഹായം പ്രഖ്യാപിക്കാനൊന്നും തയ്യാറായിട്ടില്ല. വീണ്ടും ഒരു ഹിന്ദു വേട്ട തന്നെയാണോ ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ നടക്കുന്നത്, ത്രിപുരയിൽ നടക്കുന്നത്? എന്തുകൊണ്ടാണ് കേന്ദ്രം ഇതിൽ ഇടപെടാത്തത് എന്നൊരു ചോദ്യം കൂടെ ഉണ്ട്. വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു ചർച്ച തുടങ്ങുന്നത്. കാരണം നമ്മുടെ ഈ വലിയൊരു സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നിട്ട് നമ്മുടെ മലയാള മാധ്യമങ്ങൾ ആരും തന്നെ അത് വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാണുന്നില്ല. അത് ഒരുപക്ഷെ ആ കൊല്ലപ്പെട്ടത് ഹിന്ദുക്കളായതുകൊണ്ടാണോ എന്നറിയില്ല. ഒരു കുടുംബത്തിലെ അച്ഛനും മകനും ഉൾപ്പെടെ 2 പേരെയും ചേർത്ത് 3 പേരെയാണ് മുർഷിദാബാദില് ഈ അക്രമം, അതിന്റെ വിഷ്വൽസുകൾ പുറത്തുണ്ട്, വീഡിയോ ഉണ്ട്, അതാരും പറയുന്നതല്ല. അതായത് ഇവർ താമസിച്ച വീട് വളഞ്ഞ് കലാപകാരികൾ കല്ലെറിഞ്ഞ ശേഷം ഈ പെട്രോൾ ബോംബ് ജനാല വഴി അകത്തേക്ക് ഇടുകയായിരുന്നു. ആലോചിച്ച് നോക്കൂ, ഒരു വലിയ ജനക്കൂട്ടം ഒരു വീട് വളഞ്ഞ്, അതായത് പ്രാകൃതമായ ഭീകരവാദം നടക്കുന്ന രാജ്യങ്ങളിൽ പോലും കാണാത്ത രീതിയിലുള്ള ഒരു കാഴ്ചയാണ് കാണാൻ കഴിയും. ഒരു ഹൃദയഭേദകമായ കാഴ്ച. ഒരു വലിയ ജനക്കൂട്ടം മൂർഷിദാബാദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 76% മുസ്ലിം ജനസംഖ്യ ഉള്ള ഒരു ഇടമാണ്. അവിടുത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യക്കാരെന്ന് വെച്ചാൽ ഈ അനധികൃത ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവരാണ്. അവിടെ ഉരുത്തിരിഞ്ഞു വരുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അവിടെ പശ്ചിമ ബംഗ്ലാദേശ് രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചില സംഘടനകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതായത് ബംഗ്ലാദേശിന്റെ പശ്ചിമ ബംഗ്ലാദേശ്, അതായത് വെസ്റ്റ് ബംഗാളിന്റെ കുറച്ചു ഭാഗവും ബംഗ്ലാദേശിന്റെ കുറച്ചു ഭാഗവും ചേർത്ത് പശ്ചിമ ബംഗ്ലാദേശ് എന്ന ആശയം മുറുത്തുന്നവർ കൂടി ഈ കലാപത്തിലുണ്ടായിരുന്നു. അതായത് അഴിഞ്ഞാട്ടം അക്ഷരാർത്ഥത്തിൽ നടക്കുകയാണ്. മമതാ ബാനർജി തുടങ്ങിയത് ഒറ്റ ദിവസം കൊണ്ടല്ല തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം ഇവർ ചെയ്തത് ഗോദ്ര മോഡൽ ട്രെയിൻ കത്തിക്കാൻ ഒരു ശ്രമമായിരുന്നു നടന്നത്. പക്ഷേ നമ്മുടെ ഈസ്റ്റേൺ റെയിൽവേയുടെ ഒരു ബുദ്ധിപൂർവമായ ഒരു നീക്കം മൂലം അവർ അവിടത്തേക്കുള്ള ട്രെയിൻ സർവീസുകളെല്ലാം നിർത്തിവെച്ചത് മൂലം ട്രെയിൻ ഓടിയില്ല. അതുകൊണ്ട് ആ ഒരു വലിയ ശ്രമം, 5000-ഓളം പേരായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ മറ്റും ഇരച്ചു കയറുകയും ട്രെയിൻ തടയാൻ പറ്റി ശ്രമിച്ചത്. ട്രെയിൻ ഓടാത്തത് കൊണ്ട് അത് സാധ്യമായില്ല. ഒപ്പം തന്നെ ഇതേ രീതിയിലുള്ള കൊലപാതകങ്ങൾ അരങ്ങേറുന്നു. ഇത് 2-3 ദിവസമായി തുടങ്ങി, 2-3 അല്ല 4-5 ദിവസമായി തുടങ്ങി. ന്യൂസ് ഇന്ത്യ മലയാളം ഈ വാർത്ത തുടങ്ങിയപ്പോൾ മുതൽ, ഇവിടെ ഈ സംഘർഷം തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ ഇത് നൽകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ നമ്മൾ മാത്രമാണ് ഈ വാർത്ത കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. ഇന്നും നമ്മളൊരു വാർത്ത അങ്ങനെ കൃത്യമായി തന്നെ ആ വാർത്ത പോകുന്നുമുണ്ട്. അപ്പം ഇത് നടക്കുന്നു, നാൾക്ക് നാൾ ഇതൊരു വലിയ കലാപമായി മാറുന്നു. ഇന്ന് ഇന്ത്യയിലെ ഈ ഇതുപോലെയുള്ള മതമൗലികവാദികൾക്ക് അഴിഞ്ഞാടാൻ അവസരമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്ന് ഈ പശ്ചിമ ബംഗാളാണ്. ലോ ആൻഡ് ഓർഡർ ഇല്ല, വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ മമതാ ബാനർജി നട്ടം തിരിയുന്ന ഒരു അവസ്ഥയിലാണ്. അവിടെയാണ് ഈ വലിയ കലാപം അരങ്ങേറിയിരിക്കുന്നത്. ഇവരെ ചുട്ടുകൊല്ലുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. മുമ്പ് നമുക്കറിയാം, മുമ്പൊരു കലാപം 4 വർഷം മുമ്പ് ഒരു കലാപം നടന്നിട്ട് അവിടെ 1.5 ലക്ഷം ഹിന്ദുക്കളാണ് അസാമിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന ഒരു ഭീകരമായ ഒരു ദൃശ്യം നമ്മൾ കണ്ടതാണ്. അവരിൽ പലരും ഇപ്പോഴും മടങ്ങി വരാത്തൊരു സാഹചര്യമുണ്ട്. അതായത് ഒരു വല്ലാത്ത രീതിയിൽ ഈ മതമൗലികവാദികളെയും മറ്റും പ്രോത്സാഹിപ്പിച്ചിട്ട് അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ടാണ് മമതാ ബാനർജി നിലനിൽക്കുന്നത്. കാരണം അവരുടെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്ത് നാളിതുവരെ കേൾക്കാത്ത രീതിയിൽ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായി. അവിടെ കൊൽക്കത്ത ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് കേന്ദ്രസേനയെ വിളിച്ചു വരുത്തുകയായിരുന്നു. നമ്മൾ ആലോചിക്കുക, സാധാരണ ഒരു സംസ്ഥാനത്തിന്റെ ലോ ആൻഡ് ഓർഡർ തകർന്നു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ആ സംസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരാണ് കേന്ദ്രസേനയെ ആവശ്യപ്പെടുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ സംസ്ഥാന ഗവർണറാണ്. ഇത് രണ്ടുമല്ലാതെ കോടതി പറഞ്ഞത് ഈ ക്രമസമാധാന നില തകരുന്ന കാഴ്ച കണ്ടു നിൽക്കാനാവില്ല എന്നാണ് പറഞ്ഞത്. അതായത് മമതാ ബാനർജി 4 ദിവസമായിട്ട് ഈ സേനയെ ഇറക്കാനോ ഇല്ല അവരെ വിളിക്കാനോ ഇത് അടിച്ചമർത്താനോ യാതൊരു ശ്രമവും നടത്താതെ വന്നപ്പോൾ ഒടുവിൽ കൊൽക്കത്ത ഹൈക്കോടതിക്ക് തന്നെ ഇടപെടേണ്ടി വന്നു. ഒരു വിചിത്രമായ കാര്യമല്ലേ ഈ രാജ്യത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു കേട്ടുകേഴ്വി പോലും ഇല്ല. കാരണം അത്രത്തോളം ആ ഒരു സംസ്ഥാനത്തിന്റെ കെട്ടഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. ഒപ്പം തന്നെ CD ആനന്ദബോസ് അടക്കമുള്ളവർ പറയുന്നത് ഇത് കണ്ടു നിൽക്കാൻ കഴിയില്ല, കാരണം എല്ലാവരെയും വിളിച്ച് സംസാരിക്കുന്നു. പക്ഷെ ആരും ഇതിനകത്തൊരു താല്പര്യം, അതായത് പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് താല്പര്യം ഉണ്ടാകുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ അടിച്ചമർത്താതിരിക്കാൻ തരമില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോഴിത് 300 ആദ്യം എത്തിയത് 300 അംഗങ്ങളായിരുന്നു BSFന്റെ മറ്റൊങ്കിൽ. ഇപ്പൊ 3 ബറ്റാലിയൻ കൂടി എത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ ഈ കലാപം ഇപ്പോൾ
ത്രിപുരയിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. ത്രിപുരയിലെ ഉനാക്കോട്ട എന്ന് പറയുന്ന ജില്ലയിൽ ഒരു ഹൈവേയിലൂടെ സഞ്ചരിക്കുന്ന പോലീസ് വാഹനത്തിന് നേരെ ഈ അക്രമകാരികൾ ആക്രമിച്ചു 10 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ ഈ സേന രംഗത്ത് ഇറങ്ങിയോടുകൂടി ഒരു 150 പേരെ ഇപ്പൊ വെസ്റ്റ് ബംഗാളിൽ നിന്ന് അറസ്റ്റിലായിട്ടുണ്ട്. ഏതായാലും ഇത് ഈ വെസ്റ്റ് ബംഗാളിൽ ഇപ്പൊ രണ്ട് രീതിയിലാണ് ഈ ഒരു ആംഗിൾ പോകുന്നത് ഈ സംഘർഷത്തിന്റെ. ഒന്ന് ഈ വഖഫ് ഭേദഗതി ബില്ലിനെതിരെയുള്ള സമരം, അത് പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, എന്നാൽ ഇവിടെ മറ്റൊരു സാധനം പശ്ചിമ ബംഗ്ലാദേശ് രൂപീകരിക്കുക, അതാണ് ഈ കലാപകാരികളുടെ പ്രധാന ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കൂട്ട കൊലപാതകമാണ് അവിടെ നടക്കുന്നത്. അതായത് ഈ വെസ്റ്റ് ബംഗാൾ നമ്മൾ മുമ്പും പലപ്പോഴും വാർത്തകളിൽ പറഞ്ഞിട്ടുണ്ട്, ഈ വെസ്റ്റ് ബംഗാളിന്റെ അതിർത്തി ജില്ലകൾ ഏതാണ്ട് ഒരു 6ഓളം ജില്ലകളിലെ അപ്രമാദിത്യം എന്ന് പറഞ്ഞ ഈ റോഹിംഗ്യ മുസ്ലിങ്ങളും ഒപ്പം തന്നെ ബംഗ്ലാദേശിൽ കുടിയേറിയ മുസ്ലിങ്ങളുമാണ്. അപ്പം അവരാണ് അവിടുത്തെ മമതാ ബാനർജിയുടെ ശക്തി കേന്ദ്രങ്ങൾ. ഈ മേഖലകളിലാണ് ഈ ആക്രമണങ്ങൾ മുഴുവൻ നടക്കുന്ന ഒരു സാഹചര്യം. ഈ ഒരു സാഹചര്യത്തില് എന്താ പറയുന്നത്, ഇവര് പറയുന്ന തൃണമൂൽ കോൺഗ്രസ് ഒക്കെ പല ദേശീയ ചാനലുകളിൽ നടക്കുന്ന ഡിബേറ്റുകളിൽ അവർ പറയുന്നത് BJP ഇതിനെ ആക്രമിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അതിനകത്ത് ഒരു ലോജിക്കലി പ്രശ്നമുണ്ട്. കാരണം ഒരു വലിയ ഭൂരിപക്ഷമുള്ള ഒരു മുസ്ലിം സമുദായ ഭൂരിപക്ഷ മേഖലയിൽ BJP എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് വലിയ സംവിധാനങ്ങൾ ഇല്ല എന്ന്, ഈ മുർഷിദാബാദ് പോലെയുള്ളത് വലിയ സംവിധാനമില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഹിന്ദുക്കളുടെ വീടുകൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട തുരുത്തുകൾ പോലുള്ള വീടുകളാണ്. അപ്പൊ ഇവിടെയൊക്കെ അവർ തിരിച്ചൊരു കലാപം നടത്തുക എന്ന് പറഞ്ഞാൽ അത് മാത്രവുമല്ല, ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ തകർക്കുക മാത്രമല്ല അത് കൊള്ളയടിക്കുകയും ചെയ്യുന്നു. അത് കൊള്ളയും കൊള്ളിവെപ്പുമാണ് നടക്കുന്നത്. അതായത് ഈ വീഡിയോകൾ പുറത്തു വരികയാണ്, ഹിന്ദുക്കളുടെ കടകളിലേക്ക് കയറുന്നു, അവിടുന്ന് സാധനങ്ങൾ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നു. ഒപ്പം തന്നെ ഹിന്ദു ഭവനങ്ങളിൽ കയറുന്നു, അവിടെ ഇതുപോലെ അക്രമം നടത്തുന്നു, സാധനങ്ങൾ കൊള്ളയടിച്ചു. അത് കൊള്ളയും കൊള്ളിവെപ്പും നടത്തുന്നതാണോ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ ഒരു സമരം എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും കേരളത്തിൽ അത്തരത്തിലുള്ള അക്രമത്തിലേക്ക് പോയില്ലെങ്കിൽ പോലും അക്രമത്തിന്റെയൊക്കെ സൂചന നൽകുന്ന രീതിയിൽ ഭീകരവാദികളുടെ ചിത്രങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു ഹമാസിന്റെ നേതാക്കളുടെ ചിത്രങ്ങൾ. അതായത് ഇവർക്ക് വഖഫ് ഭേദഗതി ബില്ലിന്റെ സമരം എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ച് ഒരു മറ മാത്രമാണ്. അതിന്റെ പേരിൽ ഇവരെല്ലാവരും കൃത്യമായ അജണ്ടയാണ് ഈ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്കാര് മലപ്പുറത്ത് നടത്തിയ പ്രകടനം എന്തായിരുന്നു? ഈ ആഗോള ഭീകരവാദത്തിനെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള പ്രകടനമായിരുന്നെങ്കിൽ വെസ്റ്റ് ബംഗാളിൽ നടക്കുന്നത് ബംഗ്ലാദേശിലെ ഭീകര സംഘടനയുടെ സഹായത്തോടെ പശ്ചിമ ബംഗ്ലാദേശ് രൂപീകരിക്കാനുള്ള കലാപകാരികൾ അതിൽ പങ്കെടുക്കുന്നു. അതിപ്പോ ത്രിപുരയിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ ഇതിനെതിരെ ഒരു വലിയ ജനവികാരം ഉയർന്നു വരാം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലോ നോർത്ത് ഇന്ത്യയിലോ, ബീഹാറിലടക്കം. കാരണം ബീഹാറുമായിട്ടൊക്കെ ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഈ പറയുന്ന വെസ്റ്റ് ബംഗാൾ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു തിരിച്ചടി ഉണ്ടായേക്കാം. തിരിച്ചടി വരുമ്പോൾ ഇരവാദം പറയുകയും അല്ലാത്തപ്പോഴേക്കും ഞങ്ങൾ ഹീറോകളാണെന്ന് പറയുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഈ രാജ്യത്തെ ഇപ്പോൾ, അതായത് ഈ നമുക്കറിയാം പൗരത്വ ഭേദഗതി സമരമൊക്കെ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. പക്ഷെ അത്രത്തോളം വന്നിട്ടില്ലെങ്കിൽ പോലും അവർ കഴിഞ്ഞാടാൻ ചില സംസ്ഥാനങ്ങൾ ഇന്നും ഈ രാജ്യത്തുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഈ വെസ്റ്റ് ബംഗാൾ. ത്രിപുരയിൽ അവർ അടിച്ചൊതുക്കിക്കോളും, കാരണം അതിനുള്ള കപ്പാസിറ്റിയും കാര്യങ്ങളും അവിടുത്തെ മാണിക് സാഹ സർക്കാരിനുണ്ട്. ഇപ്പം വെസ്റ്റ് ബംഗാളിലെ സ്ഥിതി അതാണ്. നമ്മുടെ കേരളത്തിൽ കണ്ടില്ലേ, ഭീകരവാദികളുടെ ചിത്രങ്ങളും പ്ലക്കാർഡുകളും ഉപയോഗിച്ചുകൊണ്ടാണ് സമരം. അപ്പൊ ഇവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ്. വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കുക എന്നുള്ളതല്ല ഇവരുടെ ലക്ഷ്യം. ഇവർക്ക് ഇവരുടേതായ അജണ്ടകളുണ്ട്. ആ അജണ്ടകൾ മറന്നേക്ക് പുറത്തു വരുന്നതിൽ യാതൊരു മടിയും. ബിജുചേട്ടൻ തന്നെ പറഞ്ഞല്ലോ, അതായത് ഈ കൊൽക്കത്ത ഹൈക്കോടതിയാണ് കേന്ദ്ര സേനയെ വിളിച്ചു വരുത്തിയത്. എന്താ കേന്ദ്രം ഇതിൽ ഇടപെടാത്തത്? കേന്ദ്രം ഇതിലൊരു നിലപാട് അറിയിക്കുന്നില്ലല്ലോ. അല്ല, നമുക്ക് ഇതിനകത്ത് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ധനുഷ്. ഇതിനകത്ത് ഒരുപാട് പേര് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. ഒന്നൊരു ഫെഡറൽ സംവിധാനത്തിലാണ് നമ്മുടെ രാജ്യം മുൻപോട്ട് പോകുന്നത്. അതായത് ഈ സേനയും മറ്റും നമ്മൾ അതിൽ ഡിപ്ലോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സംസ്ഥാനത്തിന്റെ റിപ്പോർട്ട് ആവശ്യമാണ്, ഇല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ഗവർണറുടെ റിപ്പോർട്ട് ആവശ്യമാണ്. ഗവർണർ റിപ്പോർട്ട് നൽകിയതിന് ശേഷം മാത്രമേ ഇതിനകത്തുള്ളൂ. പക്ഷെ ഇതിനകത്ത് ഇവിടെ കാണേണ്ട ഒരു കാര്യമുണ്ട്, അത് പറയാതിരിക്കും പോകുന്നതും ശരിയല്ല. അതിന് ഈ ഇന്ത്യയില് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞെങ്കിൽ ഇന്ത്യയിൽ ഈ സർക്കാരുകളെ പിരിച്ചുവിടുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളതും സമരം സംഘടിപ്പിച്ചിട്ടുള്ളതും പാർട്ടി BJP ആണ്. അതുകൊണ്ട് തന്നെ പല സംസ്ഥാനങ്ങളും പിരിച്ചുവിടുന്നതിൽ അവർക്ക് വിമുഖത കാണിക്കുന്നുണ്ട്. ഈ വെസ്റ്റ് ബംഗാളിൽ വേണമെങ്കിൽ ഇത് പിരിച്ചു വിടാമായിരുന്നു, മുൻപേ പിരിച്ചു വിടാമായിരുന്ന ഒരു സ്റ്റേറ്റ് ആണ്. ഒരുപക്ഷെ അവർ അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇത് പിരിച്ചുവിടാതിരിക്കുന്നത് എന്ന് എതിരാളികൾ പറഞ്ഞാൽ അതിനെ നമുക്ക് എതിർക്കാനും കഴിയില്ല. കാരണം കുറച്ചുകൂടെ ഒക്കെ കലങ്ങി മറിയട്ടെ എന്നവർ ചിന്തിക്കുന്നത് കൊണ്ടാണോ എന്നും അറിയില്ല. പക്ഷെ ഏതായാലും ഇതൊരു കൈവിട്ട കളിയിലേക്കാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഇപ്പൊ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നതിന് തൊട്ടു മുമ്പ് കിട്ടിയ ഏറ്റവും പുതിയ വിവരം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൂടുതൽ സൈന്യത്തെ വിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഓൾറെഡി കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവ് പ്രകാരം കൂടുതൽ സേനയെ വിന്യസിക്കാനുള്ള തീരുമാനം എത്തിയിട്ടുണ്ട്. ഇതുവരെ മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ്, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റുകളൊന്നും വന്നിട്ടില്ല, അവരുടെ നേതാക്കളുടെ ഭാഗത്തുനിന്നും വന്നിട്ടില്ല. ഈ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതൊരു ഒരു വലിയ വർഗീയ ലഹളയായിട്ട് മാറും. കാരണം ബംഗ്ലാദേശും തൊട്ട് പിന്നാലെ ബംഗ്ലാദേശുമായിട്ട് ചേർന്ന് കിടക്കുന്ന വെസ്റ്റ് ബംഗാളിൽ പോകുന്നു. നമുക്കറിയാം ബംഗ്ലാദേശിന്റെ അവസ്ഥ, അവിടെയൊക്കെ ഭീകരവാദികളൊക്കെ തുറന്നു വിട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള, അപ്പം ഇങ്ങനെ അഴിഞ്ഞാട്ടമാണ് നടന്നത്. മമതാ ബാനർജി കളിക്കുന്നത് ചീപ്പ് പൊളിറ്റിക്സ് ആണ്. കാരണം
ഇതുപോലുള്ള വർഗീയ കലാപം ഉണ്ടാക്കി അതിൽ നിന്ന് നേട്ടം കൊയ്യാമെന്നാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷെ അതിന്റെ ഒരു തിക്തഫലം അനുഭവിക്കുന്നത് ഈ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളും വിവിധ ഇടങ്ങളുമായിരിക്കും. അത് ഈ തീക്കൊള്ളി കൊണ്ട് തലചൊറിയരെന്ന് പറയുന്നത് പോലെയാണ്. ആദ്യം നമുക്ക് ഒരു സുഖമൊക്കെ ചിലപ്പോൾ തോന്നുന്നതായിരിക്കും, ഇല്ലെങ്കിൽ അങ്ങനെ സുഖം കിട്ടുമെന്ന് നമ്മൾ കരുതുമായിരിക്കും. പക്ഷെ ആത്യന്തികമായി അതൊരു വലിയ കാര്യമാണ്. ഇത് നമ്മൾ ഗോന്ദ്രയിലെ പോലെ ഇവിടെയും ഒരു ട്രെയിൻ ആക്സിഡന്റ് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ട്രെയിൻ കത്തിക്കൽ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ രാജ്യം ഏതൊക്കെ രീതിയിൽ കത്തി എരിഞ്ഞേനെ നമുക്ക് ഊഹിക്കാനുള്ളതേ ഉള്ളൂ. കാരണം പഴയതുപോലെ അല്ല ഇപ്പൊ. വളരെ സെൻസിറ്റീവ് ആയിട്ട് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അതിനിപ്പോ RSSും വിശ്വ ഹിന്ദു പരിഷത്തും ബജരംഗ് ദളും ഒന്നും വേണമെന്നില്ല. കാരണം അനവധി ഗ്രൂപ്പുകൾ വേറെയുണ്ട്. അപ്പൊ അതൊരു വലിയ രീതിയിൽ ഒരു തീക്കാറ്റായി മാറാനുള്ള സാഹചര്യം കൂടുതലാണ് ഇപ്പോൾ. അതിന്റെ ഒരു തിക്തഫലം വളരെ വലുതായിരിക്കും. അപ്പോൾ ഇരവാദം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനെ അവിടുത്തെ സർക്കാർ നടപടി എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ വഴി. താങ്ക് യു ബിജേട്ടാ, താങ്ക് യു സോ മച്ച്.